ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ വരുന്നത് സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് അറസ്റ്റിലായി എന്ന വാർത്ത വരികയാണ്. ലഡാക്ക് സംഘർഷത്തിന് പിന്നിൽ സോനം വാങ്ചുക് ആണെന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, എന്തായാലും സോനത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? റോഷ്നി, ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. സോനം വാങ്ചുക്കിനെ അറസ്റ്റിനുള്ള തീരുമാനമാണ്. അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ലഡാക്ക് പോലീസ് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. നേരത്തെ ഈ ലഡാക്കിൽ സംഘർഷം ഉണ്ടായതിനു പിന്നാലെ സോനം വാങ്ചുക് നടത്തിയ പരാമർശങ്ങളാണ് ആ സംഘർഷം ആളിക്കത്തിച്ചത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം കേന്ദ്ര സർക്കാർ അടക്കം വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ലഡാക്കിൽ നിന്ന് ഇപ്പോൾ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റി, സോനം വാങ്ചുക്കിനെ മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം അറിയാനുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിൽ അവിടെ പ്രധാനമായും നിരവധി ആളുകൾ പരിക്കേൽക്കുകയും 4 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അത്തരം സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അജ്ഞാത കേന്ദ്രത്തിലേക്ക് സോനം വാങ്ചുക്കിനെ മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ സംഘർഷം ആളിക്കത്തിക്കാൻ നടപടികൾ, അത്തരത്തിൽ വിവാദങ്ങളായ പരാമർശങ്ങൾ നടത്തിയെന്നടക്കമുള്ള വിമർശനമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഗൂഢാലോചന അടക്കം ആരോപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒക്ടോബറിൽ 6 ചർച്ച നടത്താൻ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംഘർഷം ഉണ്ടായത് സോനം വാങ്ചുക് നടത്തിയ കുറേ ദിവസമായി തുടരുന്ന നിരാഹാര സമരത്തിന് ഒടുവിലായിരുന്നു ഈ സംഘർഷം ഉണ്ടായി എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും ഈ സംഘർഷങ്ങൾക്ക് പിന്നാലെ വലിയ തരത്തിൽ വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്തു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമാണ് ലഡാക്ക് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, കേന്ദ്ര ഏജൻസികളടക്കം സോനം വാങ്ചുക്കിനെതിരെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം സോനം വാങ്ചുക്കിന്റെ പക്കലുള്ള, അല്ലെങ്കിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു NGO വഴി വിദേശ ഫണ്ട് അടക്കം സ്വീകരിച്ചു എന്നടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ ഉയരുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIയും ഒപ്പം ആദായ നികുതി വകുപ്പും ഒക്കെ നടത്തുകയും ചെയ്ത സാഹചര്യമുണ്ട്. എന്താണെങ്കിലും ഈ പശ്ചാത്തലമൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അറസ്റ്റ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രഹസ്യ കേന്ദ്രത്തിലേക്ക് സോനം വാങ്ചുക്കിനെ മാറ്റി അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. അതായത് സോനം വാങ്ചുക്കിന്റെ അറസ്റ്റോടെ ഇനിയിപ്പോൾ ലഡാക്കിൽ സംഘർഷം കൂടുതൽ, പ്രത്യേകിച്ച് സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും കൂടുതൽ ശക്തമാവുകയാണോ, അതല്ല കൂടുതൽ ശാന്തതയിലേക്ക് ലഡാക്ക് മാറുകയാണോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതായത് ശക്തമായ ഒരു നടപടിയാണ് ഇപ്പോൾ ലഡാക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ലഫ്റ്റനന്റ് ഗവർണറാണ് അവിടുത്തെ അധികാരം ഉള്ളത്. എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് അവിടുത്തെ പോലീസ് അടക്കം ഉള്ളത്. സ്വാഭാവികമായും അത്തരത്തിലൊരു നടപടി വരുമ്പോൾ അത് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും എന്ന് നമുക്ക് നിസ്സംശയം വിലയിരുത്താനും കഴിയും. എന്താണെങ്കിലും സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ലഡാക്കിൽ ഒരു നിർണായക നീക്കം ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ കൂടി അറിവോടെയാണ് ഈ അറസ്റ്റ് എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഇത് എന്നുകൂടി അറിയാൻ കഴിയുന്നു. സംഘർഷം, അതോടൊപ്പം തന്നെ ആളുകൾക്കിടയിൽ ഇത്തരത്തിൽ കലാപ ആഹ്വാനം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. റോഷ്നി, നോബൽ, ഇതിലിപ്പോൾ ഈ ലഡാക്ക് സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കേന്ദ്രം ആവർത്തിക്കുകയാണല്ലോ അല്ലെ? കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അത്തരം വിവരങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ സോനത്തിനെ തന്നെ അറസ്റ്റ് ചെയ്തൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ സോനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിലൊക്കെ പരിശോധന നടത്താൻ CBIക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. അത്തരം പരിശോധനകളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? റോഷ്നി, അത്തരത്തിലുള്ള പരിശോധനകളൊന്നും ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും CBIയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കാരണം CBI ഈ സോനം വാങ്ചുക്കിന്റെ NGO വിദേശ ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രാഥമിക കേസിൽ മാത്രമാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അറസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സംഘർഷവുമായി ബന്ധപ്പെട്ടാണെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സോനം വാങ്ചുക്കിന്റെ ഇടപെടൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ സംഘർഷത്തിലടക്കം, പ്രത്യേകിച്ച് അദ്ദേഹം നടത്തിയ നിരാഹാര സമരത്തിനിടയിലാണ് ഇപ്പോൾ ഈ സംഘർഷം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിൽ 4 പേർ കൊല്ലപ്പെടുകയും 50ലധികം ആൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് എന്ന് അറിയാൻ കഴിയുന്നു. അത് മാത്രമല്ല, ഇന്നലെയും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 50ലധികം ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും അതിൽ ഭൂരിഭാഗം ആളുകളുടെ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ അവിടുത്തെ കൗൺസിലർക്കെതിരെ അടക്കം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്, കലാപ ആഹ്വാനം ആരോപിച്ചുകൊണ്ട്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിലൂടെ എന്താണെങ്കിൽ ലഡാക്കിൽ ഇനിയിപ്പോൾ കൂടുതൽ സമാധാനത്തിലേക്കാണോ അല്ല കൂടുതൽ സംഘർഷത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ അല്പം മുമ്പാണ് ഈ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ സംഘർഷം ഉണ്ടായതിന് പിന്നാലെ നിരാഹാര സമരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക് സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ അറസ്റ്റിന് സാധ്യത ഉണ്ടെന്ന് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം കേന്ദ്ര സർക്കാർ അടക്കം സോനം വാങ്ചുക് നടത്തിയ പരാമർശങ്ങൾ ഈ പ്രക്ഷോഭം ആളിക്കത്തിച്ചു എന്ന വിലയിരുത്തൽ വന്ന ഘട്ടത്തിൽ തന്നെ സോനം വാങ്ചുക് അറസ്റ്റ് ചെയ്തേക്കും എന്ന് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. എന്നാൽ ലഡാക്ക് പോലീസ് ഇപ്പോൾ ആ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുന്ന തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ ലഡാക്കിൽ പോലീസ് എടുത്തിരിക്കുന്നത്. അതിന്റെ പിന്നാലെയാണ് ഈ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റോഷ്നി, ശരി, എന്തായാലും
സോനത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദം കേന്ദ്രം ആവർത്തിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നടപടികളിലേക്കൊക്കെ കടന്നിട്ടുള്ളത്. നോബിൾ, ഇതിലിപ്പോൾ ഈ സംഘർഷത്തിന് ചെറിയൊരു അയവ് വന്നപ്പോഴും ഇത് എത്രത്തോളം ഇത് ആളിക്കത്തും എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ പോലെ വലിയ കലാപത്തിലേക്ക് ഇത് പോകുമോ എന്നുള്ള ആശങ്കയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ സംഘർഷത്തിന് ഒരു അയവ് വന്നപ്പോൾ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നതല്ലേ. ഇനിയിപ്പോൾ ഈ അറസ്റ്റുകൾ, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ? ഇതൊക്കെ ഏത് തരത്തിലായിരിക്കും ഇനി പ്രതിഫലിക്കുക? റോഷ്നി, തീർച്ചയായും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അന്നത്തെ സംഘർഷങ്ങളിൽ വലിയ തരത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. വലിയ ആൾക്കൂട്ടം വിവിധ ഇടങ്ങളിൽ പ്രതിഷേധിക്കുകയും BJP ഓഫീസറൊക്കെ കത്തിക്കുകയും സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ നടപടികളാണ് കഴിഞ്ഞ ദിവസം അവിടെ ലഡാക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായത്. സംഘർഷത്തിന്റെ ഭാഗമായി സ്വാഭാവികമായും കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് വിവിധ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിൽ സോനം വാങ്ചുക്കിന്റെ പ്രധാനപ്പെട്ട പങ്കാളിത്തം, നേരത്തെ തന്നെ ഈ സംസ്ഥാന പദവി, അതോടൊപ്പം ഷെഡ്യൂൾ 6 അടക്കമുള്ള കാര്യങ്ങൾ പുനഃസ്ഥാപിച്ച് നൽകുക എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സോനം വാങ്ചുക്ക് വലിയ തരത്തിൽ പ്രക്ഷോഭങ്ങൾ നേരത്തെ ദില്ലിയിൽ നടത്തിയിട്ട് അതിനുശേഷം അദ്ദേഹം അവിടെ ലഡാക്കിലെത്തി അവിടെയും നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്ത്. എന്താണെങ്കിലും നിലവിൽ ഇപ്പോൾ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് വരുമ്പോൾ ഇന്നലെ 50ഓളം വരുന്ന ആളുകളെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. അതിന് പിന്നാലെ ഇപ്പോൾ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് വരുന്നു. സ്വാഭാവികമായും കൂടുതൽ അറസ്റ്റുകൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റ് ഇടപെടലുകൾ അടക്കം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിവിധ ഏജൻസികൾ സംശയം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലൊരു നടപടി ഉള്ള പശ്ചാത്തലത്തിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് ഏത് തരത്തിൽ ലഡാക്കിൽ പ്രതിഫലിക്കും എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കൂടുതൽ സംഘർഷം, പ്രത്യേകിച്ച് നേരത്തെ പല ഘട്ടങ്ങളിലും സമാനമായി തന്നെ പലയിടത്തും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ നിരോധനാജ്ഞയുണ്ട്, അതോടൊപ്പം തന്നെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്, കൂടുതൽ പോലീസ് വിന്യാസമുണ്ട്, മറ്റ് കേന്ദ്രസേനയുടെ അടക്കം ലഡാക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അതീവ ജാഗ്രത സംസ്ഥാനം തുടരുന്നതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ അടക്കം നിൽക്കുന്ന പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ സംഘർഷങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടാകാതിരിക്കാനുള്ള നീക്കം ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നടക്കം, പ്രത്യേകിച്ച് ലഫ്റ്റനന്റ് ഗവർണർ അടക്കം ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നാണ് വിവരം ഉള്ളത്. എന്താണ് ആ പശ്ചാത്തലത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതെ ഇപ്പോൾ ഈ അറസ്റ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഡാക്ക് പോലീസുമായി പക്ഷേ നോബൽ, അങ്ങനെയാണെങ്കിൽ കൂടിയും സോനം മണിക്കൂറുകൾക്ക് മുൻപ് ANIയോട് പ്രതികരിച്ചത് അറസ്റ്റ് ഉണ്ടായാൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അറസ്റ്റിന് ശേഷം എന്തെങ്കിലും പ്രതിഷേധങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടോ? സോനത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? റോഷ്നി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞാൽ സോനം വാങ്ചുക്കിന്റെ NGOയുടെ FCRA അക്കൗണ്ട് ആ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. ഇതൊക്കെ ഈ സോനം വാങ്ചുക്കിനെ പ്രതിരോധത്തിലാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണ് എന്ന വിമർശനമായിരുന്നു ഉണ്ടായത്. പ്രത്യേകിച്ച് സോനം വാങ്ചുക്കിന്റെ NGO വിദേശത്ത് നിന്ന് ഫണ്ട് അനധികൃതമായി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്വീകരിച്ചു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു നേരത്തെ CBI ഇതിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. അതിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരത്തോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സോനം വാങ്ചുക്കിന്റെ FCRA അക്കൗണ്ട് ആ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സോനം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് പ്രതികാര നടപടിയാണ് തനിക്കെതിരെ വന്നിരിക്കുന്നതെന്നാണ്. തനിക്ക് FCRA അക്കൗണ്ടിലെന്ന് മാത്രമല്ല, താൻ വിദേശത്ത് നിന്ന് പണം പോലും സ്വീകരിച്ചിട്ടില്ല, തനിക്കെതിരെ ആദായ നികുതി വകുപ്പും അതോടൊപ്പം CBIയും നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നും സോനം വാങ്ചുക്ക് കൃത്യമായി തന്നെ നിലപാട് അറിയിച്ചിരുന്നു. ആ നിലപാട് അറിയിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ലഡാക്ക് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും നിർണായകം. എന്താണെങ്കിലും ഈ ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പലയിടത്തും നമ്മൾ മണിപ്പൂരിൽ കലാപം ഉണ്ടാകുമ്പോഴൊക്കെ ഇത്തരത്തിൽ പല നിർണായക അറസ്റ്റുകളും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. എന്താണെങ്കിലും ലഡാക്കിൽ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് സൈന്യത്തെയും പോലീസിനെയും മറ്റ് ഏജൻസികളെയൊക്കെ വിന്യസിച്ചിട്ട് പിന്നാലെയാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രതിഷേധം ഇല്ലാതാക്കാൻ സഹായിച്ചേക്കും. പക്ഷേ എങ്കിൽ പോലും പ്രതിഷേധ സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത ലഡാക്കിൽ തുടരുകയും ചെയ്യുകയാണ് റോഷ്നി. ഓക്കെ, ഈ ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ സമര നേതാവിനെ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോനം വാങ്ചുക് അറസ്റ്റിലായിരിക്കുകയാണ്.